ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അടിപൊളി സേമിയ പായസം റെസിപ്പിയാണ്. അപ്പം ഞാൻ തന്നെയാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. ശരിയാകുമോ എന്നെനിക്കറിയത്തില്ല. ഒന്ന് നമുക്ക് ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പോൾ അതിനുവേണ്ടി ഗ്യാസ് കത്തിച്ച് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചു. എന്നിട്ട് അതിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ട് നമ്മുടെ സേമിയ എടുത്തിട്ട് അതിനകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തു. ഞാൻ ഇച്ചിരി കളറാവുന്നത് വരെ വഴറ്റി. എന്നിട്ട് അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തു. ഞാൻ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇതിനെന്തൊക്കെയോ തരികിട പണികളൊന്നും എനിക്ക് അറിയത്തില്ല. അപ്പം അറിയാവുന്ന പോലൊക്കെ ഞാൻ ഉണ്ടാക്കുകയാണ്. അപ്പം ഇത് നന്നായിട്ട് ഞാൻ ഇളക്കി കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടു. 2 സ്പൂണ് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഇനി വേണമെങ്കിൽ വീണ്ടും ഇടാം. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് കുറച്ച് ഏലക്ക എടുത്തിട്ട് നമ്മൾ ചതച്ചിട്ടാണ് ഞാൻ അതിനകത്ത് ഇട്ട് കൊടുത്തത്. അപ്പം 2 കഷ്ണം ഏലക്ക എടുത്തിട്ടുള്ളൂ. അത് അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് 2 തൊട്ട് 3 കഷ്ണം എടുത്തു. എന്നിട്ട് അത് ചതച്ചിട്ട് ഞാൻ നമ്മുടെ പായസത്തിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി. പിന്നെ നമ്മുടെ ചവ്വരി ഉണ്ടല്ലോ, ചവ്വരിയുടെ ഞാൻ മറന്നേ പോയി. പിന്നെ 2ാമത് ചവ്വരി എടുത്ത് കഴുകി അത് നല്ല വൃത്തിക്ക് കഴുകിയിട്ട് നമ്മൾ വേറൊരു പാനിൽ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വേവിച്ചിട്ടാണ് ഞാൻ പിന്നെ പായസത്തിൽ ഇട്ടത്. അപ്പോൾ ഇത് നന്നായിട്ട് ഇതുപോലെ കഴുകി. എൻ്റെ വെളുപ്പ് കണ്ടപ്പോൾ എനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എനിക്ക് ചവ്വരി ഉള്ള പായസങ്ങൾ ഭയങ്കര ഇഷ്ടം. അത് ഇട്ടില്ലേ അതിനൊരു ടേസ്റ്റ് എനിക്കിവിടെ പിടിക്കത്തില്ല. അപ്പോൾ ഞാനിത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വേവിക്കാൻ വെച്ചു. പിന്നെ നമ്മുടെ പായസം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നുണ്ട്. സാധനം വേവൊന്നുമില്ല. ഇനി എത്ര നേരം കാത്തിരിക്കണമെന്ന് എനിക്കറിയത്തില്ല. തീ കൂട്ടിയിട്ടാൽ പാല് തീർന്നു പോകും പറ്റി. അപ്പോൾ നമ്മുടെ ചവ്വരി നന്നിട്ട് വെന്ത് വരുന്നുണ്ട്. നമ്മുടെ പായസത്തിൽ പാല് പകുതിയും പറ്റി. ഇപ്പോൾ ക്രീം പോലെയുള്ള പരുവായിട്ടുണ്ട്. സാരമെല്ലാം കുറച്ചുകൂടെ പാല് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പായസം നന്നിട്ട് ഇളക്കി കൊടുത്തു. എന്നിട്ട് ഈ ചവ്വരി ഇവിടെ കിടന്ന് നല്ലതായിട്ട് വേവുന്നുണ്ട്. അപ്പം ഈ ചവ്വരി ഇനിയും വെന്തിട്ട് വേണം അതിനകത്തിടാൻ. നമുക്കിനി അതിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഈ പായസം ഉണ്ടാക്കുന്ന സമയം ഒരു 6 മണി ടൈമിലാണ് ഈ പായസം ഉണ്ടാക്കുന്നത്. അന്നേരം എനിക്കൊരു പായസം കഴിക്കാൻ ഒരു കൊതി. അപ്പോൾ ഇവിടെ നിന്ന് തപ്പി പിടിച്ച് കിട്ടിയ കവറാണ് പായസത്തിൻ്റെ. അവിടെ ഉണ്ടായിരുന്നു, രക്ഷപ്പെട്ടു. എന്നിട്ട് നമ്മൾ പായസം ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുമോ എന്നറിയാൻ വേണ്ടി. ഒരു ചവ്വരി ഞാൻ ഇട്ടു. എന്നിട്ടാണ് ഞാൻ ചവ്വരി ഇട്ടു, ബട്ട് അത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അത് ഇട്ടിട്ട് ഇളക്കി. പിന്നെ കുറച്ച് നെയ്യ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് മുന്തിരിങ്ങ ഇട്ടു. കാഷ്യൂനട്ട് ഇവിടെ ഉണ്ടായിട്ടില്ലായിരുന്നു എന്നല്ല, ഉണ്ടായിരുന്നില്ല. അപ്പം അത് ഞാൻ ഇട്ടില്ല. അതുകൊണ്ട് മുന്തിരിങ്ങ മാത്രമേ എടുത്തുള്ളൂ. മുന്തിരിങ്ങ ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി കൊടുത്തത് ഇങ്ങനെ ബോൾ പോലെ ആകുമ്പോൾ അതിനകത്തിടണം എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഞാൻ ബോൾ പോലെ ആക്കിയിട്ട് നമ്മൾ പായസത്തിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. അപ്പം നമ്മുടെ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്കിഷ്ടപ്പെട്ട്, കുഴപ്പമില്ലായിരുന്നു. പിന്നെ പഞ്ചസാര ഇച്ചിരി കുറഞ്ഞു. പിന്നെ കുറച്ചുകൂടെ പഞ്ചസാര ഇട്ടു ഞാൻ. അപ്പം ഇതാണ് നമ്മുടെ അടിപൊളി പായസം. ഓക്കെ, ബൈ.